അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്ത കാണിക്കാൻ പോകുന്ന പടവീശാണ്. അപ്പം പിന്നെ ആഴ്ചയിലൊരു 2 ക്ലാസ് വെച്ച് എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് പോകുന്നുണ്ട്. ലീവ് കുറവാണ്. അപ്പോൾ ഒരു ലീവ് കിട്ടുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവർ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കമൻറ്റിൽ കൂടെ പറഞ്ഞ് ഞാനത് ക്ലിയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ കൊടുക്കണം. കേരള ചിലമ്പൻ ദിലീപ് കുമാർ, കാസർഗോഡ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന പടവീശാണ്. പടവീശ് കഴിഞ്ഞിട്ട് പിന്നെ മുൻചുറ്റ്, പിൻചുറ്റ്, മുൻമടക്ക്, സൈഡ് ചുറ്റ്, തലഭാരച്ചുറ്റ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ സ്റ്റിക്കിൻ്റെ 2 ചിലമ്പത്തിൻ്റെ ആണ് പിന്നെ കാണിക്കാം. പിന്നെ എപ്പോഴും ഞാൻ പറയാനുള്ളത് പോലെ പറഞ്ഞാൽ ബടി കുമ്പിട്ടെടുക്കണം. തുടക്കത്തിലും കുമ്പിട്ട് ബടി ഇത് ഫിനിഷ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഭൂമിയെ തൊട്ട് ഒന്നിച്ചിട്ട് ഇത് കുമ്പിട്ടെടുക്കണം. ഫസ്റ്റിൽ ഓം നമ ശിവായ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ 4 പന്തിരിച്ചാമ്പഴി കൊണ്ട് 4 സൈഡും നമ്മൾ ചുറ്റില്ല. അത് നല്ല പ്രാക്ടീസ് ആയാൽ നമുക്ക് ഈ ഇത് പടവീശ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് നമുക്ക് ഒത്തിരി സമയം കിട്ടുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് 4 സൈഡ് ഇങ്ങനെ നമ്മൾ ചുറ്റുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ പടവീശ് നിങ്ങൾ ആരംഭം കുറിക്കാവുള്ളൂ. തുടക്കം ചെയ്യാവുള്ളൂ. ഈ പടവീശെന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ ശിലമ്പത്തിൽ ഈ പടവീശാണ് ഏറ്റവും മെയിനായിട്ട്. ഇതിന് തുമ്പത്ത് നമ്മൾ അരച്ചാൻ കത്തി ഇങ്ങനെ പിടി ഇവിടെ കെട്ടിട്ട് പിന്നെ കുന്തം കെട്ടിയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ അതൊന്നും നമുക്കിപ്പം പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കോളും. പിന്നെ ഇതിൽ തന്നെ ഈ വഴിയെ തന്നെ നമുക്ക് നെഞ്ചക്ക് കറക്കാൻ പറ്റും. ഇതെല്ലാം അത് നെഞ്ചക്കും ഈ ഉറുമി ചുറ്റുന്നത് എല്ലാം ഇതിൽ നിന്ന് തന്നെ പോയതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ആകുമ്പം നിങ്ങൾക്ക് നല്ല ഇത് പ്രാക്ടീസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. പിന്നെ ഇത് ഈ നമ്മുടെ ഇന്ത്യയിൽ ആരും ഇതുപോലെ പറഞ്ഞു തരികയല്ല. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളവരും ഇതെല്ലാവരും ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിക്കണം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 2 ചുറ്റിട്ടൊന്നും ഇതും കാര്യമില്ല. യഥാർത്ഥ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം ഇത് പഠിച്ച് നല്ല ഇതാണെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം. കാരണം കുറേ ഞാൻ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിലും എൻ്റെ നാട്ടിലുള്ള ആശാൻ്റെ പിന്നെ തോമസ് എന്ന് പറഞ്ഞ ഒരു ആശാൻ്റെ പിന്നെയാണ് ഫസ്റ്റ് ഞാൻ പഠിച്ചത്. പിന്നെ ഫുള്ള് തമിഴ്നാട്ടിലാണ് പഠിത്തം മൊത്തം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോക്കകത്തെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങളങ്ങനെ ചെയ്യുക. പടവീശ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഈ 4 ചുറ്റും ഇങ്ങനെ കറക്കുന്നത്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും പഠിപ്പിങ്ങളും എപ്പോഴും വടി ഭൂമിയെ തൊട്ടിട്ട് നമ്മൾ ഈ നിർത്തുമ്പോഴും കുമ്പിട്ടെടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മളിങ്ങനെ വടി ഭൂമിയെ തൊട്ട് എടുക്കണം. ഇപ്പോൾ ഇത് കാണിച്ചില്ല 4, അത് കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ കാണിച്ചായിരുന്നു 4 ചുറ്റ് സൈഡ് ചുറ്റുന്നത്. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ പടവീശ് പഠിക്കാൻ പറ്റത്തുള്ളൂ.
ഫസ്റ്റത്തെ മേൽഭാരമല്ലേ തലക്കിട്ടുള്ളേ, അങ്ങനെയാണ് ഇത് പോകുന്നത്. സ്റ്റെപ്പ് അര സ്റ്റെപ്പാണ്. അടി കറക്കാൻ നമ്മൾ സ്റ്റെപ്പൂടെ മാറണം, എന്നാലും അത് കിട്ടത്തുള്ളൂ. ഇതുണ്ട്, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതുണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് തിരിയണം. പിന്നെ കയറ്റി അര സ്റ്റെപ്പ് ഇതുണ്ട്, എന്നാലും അത് കിട്ടത്തുള്ളൂ, അല്ല കിട്ടിയല്ല. ഈ പടവീശ് ഇത് പഠിച്ചാൽ പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പും പെരുക്കും എല്ലാം ഉണ്ടാകും. ഞാൻ പിന്നെ ഞാൻ കാണിച്ചു തരാം. അത് ഈ പടവീശ് ഇതൊക്കെ തന്നെയാണ് ഇതുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ലേ പകൽ നിലവാര കൈമാറ്റി അതെല്ലാം ഇതിൽ തന്നെ ഉള്ളത്. അത് ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അരങ്ങേറ്റത്തിൽ നിന്നെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അടുത്ത ക്ലാസ് ഉടനെ ഉണ്ട്.